ഹായ് എസ് എൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എല്ലാ രീതിയിലും നമുക്ക് ഇണങ്ങുന്ന ഒരാളായിരിക്കണം നമ്മുടെ ലൈഫ് പാർട്ട്ണർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇഷ്ടങ്ങളായാലും അതുപോലെ തന്നെ നമ്മുടെ പോരായ്മകളായാലും ഒരേപോലെ പരിഹരിക്കപ്പെടുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം എന്നുള്ളതാണ്. സോ ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ പറയുന്ന പോരായ്മകളുള്ള ഒരാളെ നിങ്ങൾ ഒരിക്കലും മാരേജ് ചെയ്യാതിരിക്കാം. കാരണം ഈ പറയുന്ന പോരായ്മകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകണം എന്നില്ല. അതല്ലെങ്കിൽ നിങ്ങളുടെ ആ റിലേഷൻഷിപ്പ് കുറച്ചാകുമ്പോഴത്തേക്കും നിന്ന് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ അവരെ മാരേജ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. എന്തൊക്കെയാണ് ആ പോരായ്മകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് മറച്ചു വെക്കുന്ന ഒരു സ്വഭാവമുള്ള ആളുകൾ, അതായത് മറച്ചു വെക്കാൻ പ്രവണതയുള്ള ആളുകൾ ഉണ്ടായിരിക്കും. ചിലരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സൗഹൃദങ്ങളിൽ നിന്നൊക്കെ നമ്മളെ മാറ്റി നിർത്തും എന്നുള്ളതാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവർ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മളിൽ നിന്ന് ഹൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തൊക്കെയോ നമ്മൾ അറിയരുത് എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൊതുവേ പറയുന്നത് ഇപ്പോൾ റിലേഷൻഷിപ്പിൽ അങ്ങനെ ഒരു കാര്യങ്ങളും മറച്ചു വെക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ചില കാര്യങ്ങളൊക്കെ നമുക്ക് മറച്ചു വെക്കാം. പക്ഷേ എപ്പോഴും ഈ ഒരു പ്രവണത കാണിക്കുകയാണെങ്കിൽ, അതായത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും നമ്മളോട് പറയുന്നില്ല, അവരെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നില്ല, ഇങ്ങനെ ഒന്നും നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല, എല്ലാ കാര്യത്തിലും ഈ ഒരു ഹൈഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് ആ പേഴ്സൺ വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളോട് മനസ്സിലാക്കേണ്ടത്, അപ്പോൾ ഈ പേഴ്സൺ എന്തൊക്കെയോ നെഗറ്റീവ് ആയിട്ടുള്ള കുറേ വശങ്ങളുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ നമ്മൾ വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ കാര്യങ്ങളെല്ലാം പുറത്ത് വന്നേക്കാം. അത് ചിലപ്പോൾ മാരേജ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കായിരിക്കും. അപ്പം നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കേണ്ട ഒരു സാഹചര്യം പോലും നമുക്ക് അവിടെ ഉണ്ടാവില്ല. അതായത് വേണ്ടാന്ന് വെക്കാൻ പോലും പറ്റില്ല എന്നുള്ളതാണ്. പിന്നീട് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് മേ ബി നമ്മൾ വിചാരിച്ച പോലെ ആയിരിക്കണം എന്നില്ല. മുമ്പേ ഉണ്ടായിരുന്ന ആ ഒരു സമാധാനം കാര്യങ്ങളും പിന്നെ കിട്ടണം എന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെ മറച്ചു വെക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അയാളുടെ ലൈഫിൽ കുറെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഇപ്പൊ നിലവിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നെഗറ്റീവായിട്ട് ചെയ്യുന്ന ഒരാളൊക്കെ ആയിരിക്കാം. സോ അപ്പോൾ നമ്മൾ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, മറച്ചു വെക്കുന്ന ആ ഒരു പ്രവണതയുള്ള ഒരാളെ നിങ്ങൾ മാരേജ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അവസരം ഉണ്ടായിട്ട് പോലും ആശയവിനിമയം നടത്താത്ത ആളുകളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മൾ ഒരാളോട് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ നമുക്ക് അവരോടുള്ള ഇഷ്ടമാണ്. അതായത് നമ്മൾ എത്രത്തോളം അയാളെ സ്നേഹിക്കുന്നുണ്ടോ അത്രത്തോളം അയാളുടെ വാക്കുകൾ കേൾക്കണം നമ്മൾ വിചാരിക്കാറുണ്ട്. അതേപോലെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആ ഒരു പേഴ്സൺ കേൾക്കണം നമ്മൾ വിചാരിക്കാറുണ്ട് എന്നുള്ളതാണ്. അത് നമ്മുടെ സ്നേഹത്തെ ബേസ് ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ കുറേ സമയം സംസാരിക്കും, ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ അധികം സംസാരിക്കാനായിട്ട് പോവില്ല എന്നുള്ളതാണ്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. നിങ്ങളോട് സംസാരിക്കാൻ മനസ്സവർ കാണിക്കുന്നില്ലെങ്കിൽ അതിന്റെ പിന്നിലുള്ളത് അവർക്ക് നിങ്ങളോട് വലിയ താല്പര്യമില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ മാരേജ് ചെയ്യാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ഒരു അറേഞ്ച്ഡ് മാരേജ് ആണെന്ന് വിചാരിക്കുക, ഒരു എക്സാമ്പിൾ മാത്രമാണ് പറയണത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കാനുള്ള കുറേ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് പിന്നീടുള്ള സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അവരതിന് തയ്യാറാവുന്നില്ല എന്നുണ്ടെങ്കിൽ, മനസ്സിലാക്കേണ്ടതൊന്നുമില്ലെങ്കിൽ അവർക്ക് ഒരു മാരേജിന് താല്പര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് മേ ബി അവരുടെ ഫാമിലി പറഞ്ഞിട്ട് നിർബന്ധിച്ചത് കൊണ്ടായിരിക്കും അവരെ മാരേജിന് സമ്മതിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുമായിട്ട് ആശയവിനിമയം അവർ ഒരുപാട് നടത്തുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് നിങ്ങളോട് താല്പര്യമുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ആശയവിനിമയം നടത്താനായിട്ട് തയ്യാറാവുന്നേ ഇല്ല, എപ്പോഴും നിങ്ങളെ അവോയ്ഡ് ചെയ്യാണ്. ഇപ്പോൾ എത്ര വലിയ സിറ്റുവേഷൻ വന്നാൽ പോലും അവരതിന് തയ്യാറാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടമില്ല എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ അറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത്. സോ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ല ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് സ്വയം തീരുമാനമെടുക്കാൻ മടിക്കുന്നവരുണ്ട്, അതിനറിയാത്ത ആളുകൾ. അതായത് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചിലരുണ്ട് അവർ പറയാറുള്ളത് ഇങ്ങനെയാണ്, എനിക്കൊരു ഷർട്ട് പോലും എടുക്കുന്നത് എൻ്റെ അമ്മയാണ് അല്ലെങ്കിൽ എൻ്റെ അച്ഛനാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അതായത് ഷർട്ട് നമുക്ക് എടുക്കാൻ അറിയാഞ്ഞിട്ടാണോ? അല്ല, നമുക്കറിയാം നമുക്ക് ഏതാണ് സ്യൂട്ട് ആവുക എന്നുള്ളത്, പക്ഷെ എടുക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയുക പക്വതയില്ലായ്മയാണ്. ഏതൊരു കാര്യത്തിനും തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നില്ല. അവരുടെ കാര്യങ്ങൾക്ക് പോലും അവർക്ക് നല്ല രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാനോ ചെയ്യാനോ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ മെച്യൂർഡ് അല്ല എന്നുള്ളതാണ് അർത്ഥം. ഇപ്പൊ റിലേഷൻഷിപ്പ് എന്നുള്ളതല്ല, മാരേജിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കുറച്ചുകൂടി പക്വത ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. കാരണം പിന്നീട് അങ്ങോട്ടൊരു ഫാമിലിയാണ് അവർ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ പക്വത എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് കാര്യം തന്നെയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പക്വത ഇല്ലാത്തവർ എന്താണ് റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകില്ല, അല്ലെങ്കിൽ അവരുടെ ഫാമിലി ലൈഫ് നന്നാവില്ലേ, പക്വത എന്ന് പറയുമ്പോൾ എന്താണ്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്വത എന്ന് പറയുമ്പോൾ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ തയ്യാറാവുക, അല്ലെങ്കിൽ അതിനുള്ള കഴിവുണ്ടായിരിക്കണം എന്നുള്ളത്. അപ്പൊ ഇതും അതിൽ വരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇത്തരത്തിൽ അവർക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനും ഒന്നിനും കഴിവില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ഒരാളുമായിട്ടുള്ള മാരേജിനെ സമ്മതിക്കാതിരിക്കുക. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് തുല്യത കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ റിലേഷൻഷിപ്പിലേക്ക് എടുത്ത് ചാടരുത് എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഇപ്പോഴത്തെ ഒരു ജനറേഷൻ പറയുകയാണെങ്കിൽ രണ്ടുപേർക്കും ഒരേപോലെ ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത്. അതായത് രണ്ടുപേരും തുല്യരാണ് എന്നാണ് ഇന്നത്തെ സമൂഹത്തിൽ എല്ലാവരും വിചാരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ചില ആളുകൾ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് എപ്പോഴും പുരുഷന്മാരാണ് ഒരുപടി മുന്നിലുള്ളത്, സ്ത്രീകൾ താഴെയാണെന്ന് വിചാരിക്കുന്നവരുണ്ട്.
ചിലപ്പോൾ ഈ ഒരു വീഡിയോ വരുമ്പോൾ അതിന്റെ താഴെ കമന്റ് ബോക്സിൽ പോലും അങ്ങനെ കമന്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നത് തുല്യതയാണ്, അതായത് ഈക്വാലിറ്റി വേണമെന്ന് വിചാരിക്കുന്നവരാണ്, അത് അവരുടെ അവകാശമാണ്. പക്ഷെ അതിന് പോലും സമ്മതിക്കാത്ത റിലേഷൻഷിപ്പ് ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ മാരേജിന് മുന്നേ ഉറപ്പായിട്ടും കുറച്ച് 2-3 പ്രാവശ്യമെങ്കിലും രണ്ടുപേരും സംസാരിച്ചിട്ടുണ്ടായിരിക്കും. ഏകദേശം അവരുടെ സ്വഭാവം മുഴുവനായിട്ടെന്നല്ല, ഏകദേശം ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണ്, ഒരു സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചു കാലം കൂടി നിങ്ങൾ, അതായത് കുറച്ച് ദിവസം കൂടി നിങ്ങൾ വിളിക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ടൊന്ന് നോക്കുക, ഇവരെങ്ങനെയുള്ള പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലാണോ ഇവരുടെ സ്വഭാവം എന്നുള്ളത് നോക്കുക. ഇങ്ങനെയാണെങ്കിൽ ഒരിക്കലും നിങ്ങളെ റിലേഷൻഷിപ്പിലേക്ക് പോകരുത് എന്നുള്ളതാണ്. ബിക്കോസ് മാരേജ് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഒരു അടിമത്തം കഴിഞ്ഞിട്ട് കുറെ കാലമായി, പക്ഷെ ഏകദേശം അതുപോലെ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് എടുത്ത് ചാടാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഇനി 5ാമതൊരു പോയിന്റ് എന്ന് പറയുന്നത് 100% നിങ്ങളെ വിശ്വസിക്കുന്നില്ല, ഇടയ്ക്കൊക്കെ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരുമായിട്ടും ഒരു ബന്ധം കൊണ്ടുപോകാതിരിക്കുക. ഇപ്പോൾ സംശയം എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് പൊസസീവ്നെസ് ആവാനുള്ള സാധ്യതയില്ല. പൊസസീവ്നെസ്സിനും അപ്പുറത്തേക്ക് എന്തൊക്കെയോ ആണ് അതിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് ഒന്നും നമുക്കത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല, പക്ഷെ കുറച്ചങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചൊന്ന് വരാം. അതായത് നമ്മളിപ്പോൾ എങ്ങോട്ടെങ്കിലും പോകുന്നതിനോ ഇടുന്ന ഡ്രസ്സിനോ എല്ലാത്തിനും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം അവരുടെ ഭാഗത്തു നിന്ന്. ഒരു സംശയം എന്നുള്ള രീതിയിൽ അവർ ചോദിച്ചു എന്ന് വരാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ടോക്സിക് റിലേഷൻഷിപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. ടോക്സിക് റിലേഷൻഷിപ്പ് ഒന്നും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നില്ലെങ്കിൽ അതൊരു ട്രീറ്റ്മെന്റിലൂടെ മാറ്റാനൊക്കെ നമുക്ക് പറ്റുന്നുണ്ടാവും. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ആ ഒരു ടോക്സിക് എന്ന് പറയുന്ന ആ ഒരു സ്വഭാവം മാറ്റിയെങ്കിൽ മാത്രമാണ് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുള്ളൂ. അപ്പൊ ആ ഒരു രീതിയിലേക്ക്, അതായത് ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അങ്ങനെ ആവണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരാളുമായിട്ട് മാരേജ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. കാരണം നിങ്ങളുടെ ലൈഫ് നിങ്ങൾ നന്നായിട്ട് പോകണം എന്ന് വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ, നമ്മൾ എല്ലാ ആളുകളും അങ്ങനെയാണ്, ഒരു മാരേജ് ലൈഫ് എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരിക്കും, ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ കൊണ്ടാവും കല്യാണം കഴിക്കാനായിട്ട് പോകുന്നുണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ നമ്മൾ മുമ്പേ കണ്ട സ്വപ്നങ്ങളായിരിക്കില്ല മാരേജ് കഴിഞ്ഞപ്പോൾ നമുക്ക് കാണേണ്ടി വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ചെറിയ രീതിയിലെങ്കിലും നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം കിട്ടണമെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് തന്നെ ഒരു ആളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമെന്നുണ്ടെങ്കിൽ പ്രശ്നമല്ല, നിങ്ങൾ മാറ്റാൻ ശ്രമിക്കാം. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അവരെ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നിങ്ങളൊരു മാരേജിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്